കാന്തപുരം AP അബൂബക്കർ ഉസ്താദിന് തമിഴ്നാട്ടില് 50 കോടി രൂപയും എത്ര 50 ഏക്കറും 10 കോടി രൂപയും 50 ഏക്കറും 10. എനിക്കറിയാൻ ഈ വിവാദമാവുമെന്ന്. നിങ്ങൾ വിവാദമാക്കുമെന്നല്ല, ഇതാണല്ലോ വേറെ ഒരു കുത്തിത്തിരിപ്പിന്റെ ആളുകൾക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഹക്കായ കാര്യമാണ്. അതുകൊണ്ടാണ് രണ്ടും പറഞ്ഞത്. സമസ്തയുടെ AP EKയും പറഞ്ഞത് അതുകൊണ്ടാ. ഉലമാക്കൾക്ക് കുഴപ്പമൊന്നുമില്ല. AP ഉസ്താദിന് തമിഴ്നാട്ടിൽ ചെന്നപ്പോ തമിഴ്നാട്ടിലെ ഒരു വലിയ മുതലാളി 10 കോടി രൂപയും 50 ഏക്കറും എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കേരളത്തിലെ സ്ഥാപനം പോലെ ഞങ്ങൾക്ക് ഇവിടെ സ്ഥാപനം വേണം. ഉലമാക്കളുടെ പിന്നാലെ പണമായിട്ട് ആൾക്കാർ വരും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതെന്തുകൊണ്ടാണ്? ദുനിയാവ് വേണ്ടാന്ന് വെച്ചത് കൊണ്ടാണ്. ദുനിയാവ് വേണ്ടാന്ന് വെച്ചത് കൊണ്ടാണ്. ആ ദുനിയാവ് വേണ്ട എന്ന് വെക്കുന്നവർക്ക് അല്ലാഹു തആല ദുനിയാവിനെ കൊടുക്കും. ഇനി ദുനിയാവ് വേണമെന്ന് വെച്ചാലോ, എത്ര കിട്ടിയാലും നിനക്ക് മതി വരില്ല, എത്ര കിട്ടിയാലും മതി വരില്ല. ദാർശനികനായ ഡയോജനിസ് അലക്സാണ്ടർ ചക്രവർത്തിയോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അടുത്ത പരിപാടി, നെക്സ്റ്റ് പ്രോഗ്രാം എന്താണ്? അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ഏദൻ കീഴടക്കണം, അടുത്ത് പേർഷ്യ കീഴടക്കണം, പിന്നെ ഈജിപ്റ്റ് കീഴടക്കണം, അത് കഴിഞ്ഞിട്ട് ഓരോ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കണം, എന്നിട്ട് വിശ്രമിക്കണം. ദാർശനികനായ ഡയോജനിസ് ചോദിച്ചു, വിശ്രമിക്കാൻ അങ്ങാണെങ്കിൽ ഇത്രയും വെട്ടിപ്പിടിക്കേണ്ട കാര്യമുണ്ടോ? ചുമ്മാതെ വിശ്രമിച്ചാ പോരെ? കാരണം ആർത്തി തീരൂല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് അൽഹംദുലില്ലാ. എന്റെ ജ്യേഷ്ഠന് ഇത്ര കിട്ടി, എനിക്ക് ഇത്രയേ ഉള്ളൂ, അൽഹംദുലില്ലാ. അവൻ അത്രയും കണക്ക് പറയണം, ഞാൻ ഇത്ര കണക്ക് പറഞ്ഞാൽ മതി, അങ്ങനെ ചിന്തിച്ചാ പോരെ? സമ്പന്നൻ ബാളിയൂരിലെ കോടീശ്വരൻ സ്വർഗത്തിൽ പോകുന്ന എപ്പോഴാണെന്നറിയോ? അവൻ പള്ളിയിൽ നിസ്കാരമുള്ളവനാണ്, ഇബാദത്തുള്ളവനാണെന്നിരിക്കട്ടെ, ബാളിയൂരിലെ ഒരു സമ്പന്നൻ. എന്നാൽ ഈ ബാളിയൂരിലെ ഒരു ദരിദ്രനുണ്ട്, അയാളും പള്ളിയിൽ വരെ നിസ്കരിക്കും, ഇബാദത്തുണ്ട്. രണ്ടുപേരും ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരുപോലെയാണ്. പക്ഷെ അദ്ദേഹത്തിന് അല്ലാഹ് അത്രയും സമ്പത്ത് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരിൽ ആദ്യം സ്വർഗത്തിൽ പോകുന്ന ആരാ? പേടിക്കണ്ട, പറഞ്ഞോളേ, ആരാ പോകുന്നത്? ഇവിടെയാണ് പളപളപ്പ്, ഇവിടെയാണ് ടിപ് ടോപ്പ്. ചിന്തകന്മാര് പൊരിച്ച പപ്പടത്തോടും പൊരിക്കാത്ത പപ്പടത്തോടുമാണ് ഈ ദുനിയാവ് കിട്ടിയവനെ കിട്ടാത്തവനെ ഉപമിച്ചത്. ദുനിയാവ് കിട്ടിയവൻ എങ്ങനെയാണെന്നറിയോ? പൊരിച്ച പപ്പടം പോലെയാണ്. പൊരിച്ച പപ്പടം എന്ത് രസമാണ്, ഗോൾഡൻ കളറിൽ, തൊട്ടാൽ പ്ലപ്പ് ശബ്ദം കേൾക്കും അല്ലേ? പൊരിക്കാത്ത പപ്പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൊടിയും പിടിച്ച് എടുത്തിട്ട് അവിടെ കിടക്കും, എടുത്തപ്പുറത്തിട്ട് അവിടെ കിടക്കും, എടുത്തിവിടെ ഇട്ട് അവിടെ കിടക്കും. പൊരിക്കാത്ത പപ്പടം, അതാണ് പാവങ്ങൾ. ഒരു മൊഞ്ചും ഇല്ല, ഒരു ശബ്ദവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ നാശം ആർക്കാ? പൊരിക്കാത്ത പപ്പടം ഈ മുനാറത്തിന്റെ മണ്ടയിൽ കയറിയിട്ട് നിങ്ങൾ താഴെ എടുത്തിട്ട് നോക്ക്, അത് അവിടെ വന്ന് കിടക്കും. ഒരു പോറലോ ഒരു കീറലോ അതിനുണ്ടാവൂല. എന്നാൽ പ്ലേറ്റിൽ നിന്ന് മേശപ്പുറത്ത് വീണാ മതി, പപ്പടം പൊടിയും. പൊരിച്ച പപ്പടം. ആർക്കാ നാശം? സമ്പന്നന്മാർക്കാ. ദരിദ്രന് എന്ത് പ്രശ്നം? ഒന്നുമില്ല. അതാ പറഞ്ഞത്, നിനക്ക് സമ്പത്തുണ്ടോ? പാവങ്ങൾ സ്വർഗത്തിൽ പോയി 440 വർഷം കഴിഞ്ഞിട്ടേ പണക്കാരൻ സ്വർഗത്തിൽ പോകൂ. ഔ കമാ ഖാല സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. പാവപ്പെട്ടവൻ നേരെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലും, അല്ലാഹ് ചോദിക്കും, എന്തുണ്ട്? പടച്ചോനെ നീ എന്തായി ചോദിക്കുന്ന? ബാളിയൂര് ജമാഅത്ത് മഹല്ല് കമ്മിറ്റി വെച്ച് തന്ന 1 സെന്റിൽ ഒരു വീട്, അതല്ലാതെ എന്താ എനിക്കുള്ളത്? ഒന്നുമില്ലല്ലോ. ക്ലിയർ ആണോ നിന്റെ ഇബാദത്തുകൾ? ഒരു പരിശോധന നടത്തിയിട്ട് കയറിക്കോ സ്വർഗത്തിൽ, സുന്ദരമായിട്ട് സ്വർഗത്തിൽ പോകും. അപ്പോഴാണ് അടുത്ത സമ്പന്നം വന്നു ബാളിയൂരത്തെ. ചോദിക്കുക, എന്തുണ്ട്? പടച്ചോനെ, മടിക്കേരി എസ്റ്റേറ്റിൽ 10 ഏക്കർ, വിരാജ്പേട്ടയിൽ 50 ഏക്കർ, പിന്നെ സിതാംകുളിയിൽ 30 ഏക്കർ, പിന്നെ ബന്ദിപ്പൂര് ഒരു 10 ഏക്കർ, അതുപോലെ തന്നെ മൈസൂരിൽ ഒരു റൂമുണ്ട്, കാസർഗോഡ് 2-3 റൂമുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും. അതെവിടെ നിന്നുണ്ടാക്കി, അതെങ്ങനെ ഉണ്ടാക്കി, അതിൻ്റെ മുതലാളിത്വ ബാധ്യത വീഡിയോ, അതിൻ്റെ സക്കാത്ത് കൊടുത്തോ, അതിൻ്റെ സ്വതക്കയുടെ മുതൽ കൊടുത്തോ, അതിലെന്തെങ്കിലും പലിശ കടന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ 40 കൊല്ലമാവും. അതാണ് അതിൻ്റെ കാര്യം. അല്ലാതെ പടച്ചവനോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ വീണ്ടും വീണ്ടും ആർത്തിയോടെ വേണമെന്ന് വാശി പിടിച്ചാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, വളുരിബത് അലൈഹിമുദ്ദില്ല, അവന് എന്നും നിസാരതയാണ് അല്ലാഹ് കൊടുക്കുന്നത്. വൽ മസ്കനാ,
അവന് നിർഗതിയാണ് അല്ലാഹു കൊടുക്കുന്നത്. അല്ലാഹു അവന് കോപമാണ് കൊടുക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ആർക്ക് വേണ്ടിയിട്ടാ ആകാശഭൂമി കരയുന്നത്? ഉന്നതൻ ഇപ്പോൾ ഏറ്റവും നിസ്സാരനായി അവനെ കണ്ടിട്ട് കരയാൻ. അതിന്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത് കേൾക്കണ്ടേ? ഇനി ആരെ കണ്ടിട്ടാ ആകാശഭൂമികളും സർവ്വചരാചരങ്ങളും കരയുന്നത്? അവൻ ഇന്നലെ സമ്പന്നനായിരുന്നു, ഇന്ന് ദരിദ്രനാണ്. ഇന്നലെ സമ്പന്നനായിരുന്നു, ഇന്ന് ദരിദ്രനാണ്. അവനെ കണ്ടിട്ട് കരയുന്നത് ആകാശഭൂമികളാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് അല്ലാഹു തആല ഒരു മനുഷ്യനെ ദരിദ്രനാക്കുന്നതെന്നറിയോ? അതും കൂടെ പഠിച്ചോ. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവനവൻ ചെയ്യുന്ന പ്രശ്നങ്ങളുടെ പേരിലാണ് അല്ലാഹു തആല അവന് പണിഷ്മെന്റ് കൊടുക്കുന്നത്. ഇന്നലെ അവൻ വലിയ സമ്പന്നനായിരുന്നു, ഇന്ന് ദരിദ്രനാകിട്ട് അല്ലാഹു മാറ്റിമറിക്കും. അങ്ങനെ ദരിദ്രനായ മനുഷ്യനെ കണ്ടിട്ട് ആകാശഭൂമികൾ കരയും. ആ കരച്ചിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നലെ സമ്പന്നൻ, ഇന്ന് ദരിദ്രനാണ്. എന്താ ദരിദ്രനാവാനുള്ള കാരണം എന്നറിയോ? അതും കൂടെ പഠിച്ചോ. എന്താ ദരിദ്രനാകാനുള്ള കാരണം? ഇന്നലെ സമ്പന്നനായിരുന്നു, ഇന്ന് ദരിദ്രനാകാനുള്ള കാരണം എന്താ? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹ 124-ാമത്തെ വചനത്തിലൂടെ അല്ലാഹ് പഠിപ്പിക്കുകയാണ്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ. ആര് പടച്ചവന്റെ ദിക്റിൽ നിന്ന് തെറ്റി നടക്കുന്നുണ്ടോ, ആര് അല്ലാഹുവിനെ വിസ്മരിക്കുന്നുണ്ടോ, ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, അവന്റെ ജീവിതത്തെ അല്ലാഹു തആല ഇടുക്കമാക്കുന്നതാ. മുഫസ്സിരീങ്ങൾ പേജുകൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനെ വിശദീകരിക്കാൻ. മുഴുവൻ മുഫസ്സിരീങ്ങളും പറയുന്നത് ഖബറിന്റെ ഇടുക്കമാണെന്നാണ്. എന്നാൽ എണ്ണപ്പെട്ട മുഫസ്സിറുകൾ പറഞ്ഞത് മഈശത്തൽ ലങ്കാ, അവന്റെ ജീവിതത്തെ ഇടുക്കമാക്കുമെന്ന് പറഞ്ഞത്. ഈ ദുനിയാവിൽ അവന് എന്തൊക്കെ ഉണ്ടെങ്കിലും അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുന്നതാ, അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുന്നതാ. ഒരു നാടിനെ പറ്റി മക്കയാണെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. അല്ലാഹ് പറഞ്ഞതെന്തെന്നറിയോ? വലറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന. അല്ലാഹു പറയുന്ന ഒരു നാടിന്റെ ഉപമ ആമിനതൻ മുത്മഇന്ന, ആ നിർഭയമുള്ള മണ്ണായിരുന്നു ആ മണ്ണ്. ആ മണ്ണിന് എന്ത് സംഭവിച്ചു? യതിഹാ റിസ്ഖുഹാ റഗദാ മിൻ കുല്ലി മകാൻ. നാല് ഭാഗത്ത് നിന്ന് മനോഹരമായ ഭക്ഷണം അവിടെ എത്തുമായിരുന്നു. ഫകഫറതു ബിഅൻഉമില്ലാ, ആ ജനത അല്ലാഹുവിനെ നന്ദികേട് കാണിച്ചപ്പോ, ആ ജനത അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചപ്പോ, നാനാ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തിന്നുകൊണ്ട് ആ നാട് നിർഭയത്വത്തിന്റെ മണ്ണായിരിക്കവേ ഫകഫറതു ബിഅൻഉമില്ലാ, അല്ലാഹുവിനോടുള്ള ആ പടച്ചവനോടുള്ള കടമ പൂർത്തീകരിക്കാതെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് അവന്റെ നിഅമത്തുകളെ പള്ളി പറഞ്ഞുകൊണ്ട് ജീവിച്ചപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വിശപ്പിന്റെ വസ്ത്രം അവരെ അല്ലാഹു അണിയിപ്പിച്ചു. അവര് ചെയ്യുന്ന പ്രവൃത്തി കാരണത്താൽ ഭയവും അതുപോലെ പട്ടിണിയും അവരെ പൊതിഞ്ഞു എന്നാണ്. അല്ലാഹു നമുക്ക് ധാരാളം നിഅമത്തുകൾ തന്നേക്കാ, ഒരുപാട് സുഖം അല്ലാഹു തന്നേക്കാ. എപ്പോഴാണോ റബ്ബിനെ നമ്മൾ മറക്കുന്നത്, എപ്പോഴാണോ പടച്ചവനെ നമ്മൾ മറക്കുന്നത്, എവിടെയാണോ അല്ലാഹുവിനെ നമ്മൾ വിസ്മരിക്കുന്നത്, ആ നിമിഷം അല്ലാഹു നമുക്ക് തരുന്നത് ലിബാസൽ ജൂ, വിശപ്പിന്റെ വസ്ത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹനെ മറന്നിട്ട് ഒന്നും നമ്മൾ ചെയ്യരുത്. ചെയ്താൽ അല്ലാഹു തആല ഇന്നലഹു മഈശത്തൽ ലങ്കാ,
ജീവിതത്തെ ഇടുക്കമാക്കി കളയും. ഇതിനോട് ചേർത്ത് പറയാനൊരു സംഭവം ഞാൻ പറയട്ടെ. ഒരിക്കൽ ഒരു വാപ്പയുടെ അടുക്കൽ ഒരു മകള് വന്നിട്ട് പറഞ്ഞു, വാപ്പാക്ക് മകൾക്ക് എന്തെങ്കിലും സംഭവിച്ച വാപ്പാക്ക് സഹിക്കൂല. ദാ ഇരിക്കുന്ന താജുദ്ദീൻ സാഹിബ് നെല്ലിക്കട്ട എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനാണ്. അദ്ദേഹം നെല്ലിക്കട്ടയിൽ അദ്ദേഹം വളരെ യാതൊരു നിലയിലുള്ള ഒരു ദാരിദ്ര്യമോ വിഷമമോ ഒന്നുമില്ലാത്ത നിലയിൽ അള്ളാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊടുത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് 3 പെൺകുട്ടികളും ഒരു മകനുമാണ്. മൂത്ത മകളെ കല്യാണം കഴിപ്പിച്ചയച്ചു. ആ കുട്ടിക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കഴുത്തിന്റെ ഭാഗത്തൊരു ട്യൂമർ കണ്ടു. ആ പ്രിയപ്പെട്ട സഹോദരി കഴുത്തിന്റെ ഭാഗത്ത് ട്യൂമർ വന്ന് ആ സഹോദരിയുടെ രോഗം മൂർച്ഛിക്കുകയും അവസാനം ബാംഗ്ലൂരിലെ മണിപ്പാൽ ഹോസ്പിറ്റലിൽ ഏറ്റവും വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു 20 ലക്ഷം രൂപ ചെലവഴിച്ച് 13 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയ നടത്തിയാൽ ആ ഭാഗത്തുള്ള എല്ലാ ട്യൂമറിനെയും എടുത്ത് നീക്കം ചെയ്ത് റിമൂവ് ചെയ്ത് നിങ്ങളുടെ മകൾ സേഫായി വരും എന്ന് പറഞ്ഞു. അറിയപ്പെട്ട ഹോസ്പിറ്റലാണ്, വിദഗ്ധരായ ഡോക്ടർമാരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീണ്ട 13 മണിക്കൂറോളം സർജറി നടത്തി 20 ലക്ഷം രൂപയുടെ ബില്ലടച്ച് ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ചെവിയുടെ ഭാഗത്തെ ആ ട്യൂമർ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വിദഗ്ധരായ ഡോക്ടർമാർ ശ്രമിച്ചു. 1 മാസം പിന്നിട്ടപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ഒന്നും ചവയ്ക്കാൻ പോലും കഴിയാത്ത നിലയിൽ, ഒന്ന് കിടക്കാൻ പോലും കഴിയാത്ത നിലയിൽ ആ പ്രിയപ്പെട്ട കുഞ്ഞനുജത്തിയുടെ രോഗം വർദ്ധിക്കുകയും പെട്ടെന്ന് തന്നെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഒന്നും ചെയ്യാനില്ല, ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല, വൈദ്യശാസ്ത്രത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇന്ന് ആ കിടക്കയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവേ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് വിശ്വാസികൾ ഇത്രയും ഒരുമിച്ചുകൂടി അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന 100 കണക്കിന് വിശ്വാസികളുള്ള സദസ്സാണ്. നിങ്ങളെല്ലാവരും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ കേണപേക്ഷിച്ചിട്ട് ആമീൻ പറ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഈ പറയപ്പെട്ട ആയാത്തുകളുടെ, ഈ ഓതപ്പെട്ട മുബാറക്കായ സൂക്തങ്ങളുടെ പുണ്യ ഹദീസുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ രോഗം വെച്ച ഷാഫിയായ കാഫിയായ അല്ലാഹ് നിന്റെ അജീബായ ഖുദ്റത്ത് കൊണ്ട് ഡോക്ടർമാരെന്ത് പറഞ്ഞാലും, സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ത് വിധി എഴുതിയാലും, മെഡിക്കൽ കോളേജ് എന്ത് വിധി എഴുതിയാലും അല്ലാഹുവേ അവരൊക്കെ നിന്റെ ഫക്കീറുമാരായ നിന്റെ അടിമകൾ മാത്രമാണ്. നീയാണ് സൃഷ്ടാവ്, നീയാണ് ഷാഫി, നീയാണ് കാഫി, നീയാണ് മുആഫി. ഉടമസ്ഥനായ അല്ലാഹ് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അത്ഭുതകരമായി ആ പൊന്നനുജത്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അച്ചടക്കമുള്ള മകളാണ്, അച്ചടക്കമുള്ള പെങ്ങളാണ്, ഒരു വക്കത്ത് പോലും കളാക്കാത്ത ആ പൊന്നുമോളെ അല്ലാഹുവേ ആ ഓതലും ഊതലും ദിക്റും സ്വലാത്തുമായി കഴിയുന്ന പ്രിയപ്പെട്ട പൊന്നുമ്മക്ക്, ആ പ്രിയപ്പെട്ട പിതാവിന്, ആലിമീങ്ങളെ സാദാത്യങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്, ആ ഒന്നും അറിയാതെ ഓടിക്കളിക്കുന്ന ആ 2 കുഞ്ഞനുജത്തിമാർക്ക് അല്ലാഹുവേ വിദേശ രാജ്യത്ത് നിന്ന് തിരിച്ചു വന്ന് ഭാര്യയുടെ അടുക്കൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവന്, ആ സഹോദരിക്ക് ഒരു ബുദ്ധിമുട്ടും വരല്ലേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുബായിൽ നിന്ന് തിരിച്ചു വന്ന ആ ആങ്ങളയ്ക്ക് അല്ലാഹുവേ നീ തിരിച്ചു കൊടുക്കണേ റബ്ബേ. ഒരു അപകടകരമായ അവസ്ഥയും നീ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ മരുന്നിനും ആശുപത്രിക്കൊന്നും ഒരു കഴിവില്ല അല്ലാഹുവേ, നീ നിന്റെ അജീബായ ഖുദ്റത്ത് കൊണ്ട് കാമിലായ ശിഫ നീ നൽകി ഈ പ്രകാശത്തെ സൃഷ്ടിച്ച ബുധനാഴ്ച രാവിലെ നിന്നോട് ചോദിക്കുന്നു, ഒരു ബുദ്ധിമുട്ടും നീ കൊടുത്ത് അവരുടെ മനസ്സിനെ മുറിവാക്കി നീ തിരിച്ചു വിളിക്കല്ലേ റബ്ബേ. നീ അത്ഭുതങ്ങൾ കാണിക്കുന്നവനാ. ആ പൊന്നുമോളുടെ കാര്യത്തിലും നീ അത്ഭുതങ്ങൾ ഉണ്ടാക്കണേ അല്ലാ. നമുക്ക് ദുആരക്കാൻ സഹോദരങ്ങളെ, എന്ത് ഡോക്ടർമാർ പറഞ്ഞാൽ എന്താ, ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ മോളെ ഞങ്ങൾ അങ്ങ് സേഫാക്കി തന്നേക്കാം, 20 ലക്ഷം കെട്ടിവെക്കെന്ന് പറഞ്ഞ മണിപ്പാൽ ഹോസ്പിറ്റല്, ബംഗളൂരിലെ മണിപ്പാൽ ഹോസ്പിറ്റല് ഡോക്ടർമാർക്ക് എന്ത് കഴിവാളുള്ളത്? ഒന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ പെങ്ങൾക്ക് ഈ വിഷം അനുഭവിക്കേണ്ടി വരുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. മകൾക്കുണ്ടാകുന്ന വേദന ഒരു ഉപ്പാക്ക് സഹിക്കാൻ പറ്റൂലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. മകൾക്കുണ്ടാകുന്ന വേദന ഉപ്പാക്ക് സഹിക്കാൻ പറ്റില്ല. ആ മകൾ വന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ കണ്ടോ വെള്ളം കോരി 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 എന്റെ 2 കൈയും പൊട്ടി ഒലിക്കുകയാണ്.
മോട്ടോർ സംവിധാനങ്ങളില്ലാത്ത, മറ്റുള്ള ഭൗതിക നൂതന സംവിധാനങ്ങളും ഇല്ലാത്ത ആ പുരാതന കാലം വാപ്പാന്റെ മുന്നിൽ വന്നിട്ട് പൊന്നുമോള് പറഞ്ഞു, പൊന്നു വാപ്പാ വെള്ളം കോരിയിട്ട് കൈ പൊട്ടുക. വാപ്പാ ആട്ടുകല്ല് പിടിച്ചിട്ട് മിക്സിയും ഗ്രൈൻഡറും ഒന്നും ഇല്ലാത്ത കാലം, എന്റെ കൈ പൊട്ടി ഒലിക്കുക വാപ്പാ. വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്ത കാലത്തിൽ വാപ്പയോട് പറയുന്നു, പൊന്നു വാപ്പാ തുണി അലക്കി 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 എന്റെ കൈ പൊട്ടി ഒലിക്കുകയാണ്. എനിക്കൊരു വേലക്കാരിയെ വെച്ച് തന്നൂടെ, നിങ്ങൾക്ക് ഒരു ജോലിക്കാരനെ വെച്ച് തന്നൂടെ? ജീവിതത്തിന്റെ ക്ലേശങ്ങളും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പറയാൻ ഏറ്റവും വലിയ ഒരു സങ്കടം ആ പിതാവിന്റെ ഭാഗത്ത് നിന്ന് തന്റെ പ്രിയപ്പെട്ട മകൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന പ്രതീക്ഷയോടെ വന്ന് പറയുമ്പോ ആ വാപ്പ മോളോട് പറഞ്ഞു, മോളെ ഒരു ഭൃത്യനെ, ഒരു ഖാദിമിനെ, ഒരു സെർവന്റിനെ, ഒരു ജോലിക്കാരനെ നിനക്ക് വെക്കുന്നതിനേക്കാൾ ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. എന്താണ് വാപ്പാ? കിടക്കാൻ നേരത്ത് പായയിൽ ചെല്ലുമ്പോ, ഉറങ്ങാൻ സമയത്ത് 33 സുബ്ഹാനല്ലാഹ് ചൊല്ലുമോ, 33 അൽഹംദുലില്ലാ ചൊല്ലുമോ, 34 അല്ലാഹു അക്ബർ ചൊല്ലി 100 ദിക്ർ പൂർത്തിയാക്കുമോ? എന്നാൽ നിനക്ക് അതാണ് ഉത്തമം മോളെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മതി വാപ്പാ, എനിക്ക് മതി. എന്റെ കൈ ഇനി പൊട്ടൂല, ഇനി എന്റെ കൈ പൊട്ടി ഒലിക്കൂല. എനിക്ക് ഭൃത്യനെ കിട്ടുന്നതിനേക്കാൾ എന്റെ ജോലിയുടെ ഭാരം കുറഞ്ഞു കിട്ടാൻ എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്ന ദിക്ർ മതി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന മകൾ, ആ മകളല്ലേ സയ്യിദത്തുനാ ബീവി ഫാത്തിമത്ത് സഹ്റ, ആ വാപ്പയല്ലേ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. പൊന്നാര നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോക്ക് പറഞ്ഞു കൊടുത്തത് ദിക്റാണ് എന്ന് പറഞ്ഞ, ദിക്ർ ചൊല്ലിയാൽ, അള്ളാനെ ഓർത്താൽ, പറയുന്നതിനും ഓർക്കുന്നതിനും ഒക്കെ ദിക്റാൻ, അള്ളാഹുവിനെ ഓർത്ത് ദിക്ർ ചൊല്ലിയാൽ ജീവിതം സമ്പന്നമാകും. എപ്പോഴല്ലാനെ മറക്കുവോ ദാരിദ്ര്യത്തിന്റെ പടുംകുഴിയിലേക്ക് നമ്മൾ ചെന്ന് വീഴും. ഒരു കാലത്ത് സമ്പന്നനായിരുന്നു, ഇന്ന് നീ ദരിദ്രനായി. എന്താണ് അതിന് കാരണം? നീ അള്ളാഹുവിനെ മറന്നതാണ്, നീ അള്ളാഹുവിനെ മറന്നതാണ്. പടച്ച തമ്പുരാൻ നമ്മളെ സമ്പൽ സമൃദ്ധിയിലാക്കട്ടെ. ഒരുപാടൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, രവിപിള്ളയെ പോലോ അല്ലെങ്കിൽ അംബാനി അദാനിയൊക്കെ പോലെയോ സമ്പന്നതൊന്നും നമുക്ക് വേണ്ട. അള്ളാഹു തരാതിരിക്കട്ടെ. ഒരൊറ്റ എണ്ണാമയും പറഞ്ഞില്ലല്ലോ. അള്ളാഹു നമുക്ക് സമ്പത്ത് വാരിക്കോരി തരട്ടെ. അതെല്ലാരും പറഞ്ഞു. ഇതാ നമ്മുടെ സ്വഭാവം. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ആമീൻ പറ. ഞാൻ ദുആരക്കും, പടച്ചോനെ അംബാനിക്ക് കൊടുത്തതോ അദാനിക്ക് കൊടുത്തതോ അല്ലെങ്കിൽ മറ്റു കോടീശ്വരന്മാർക്ക് കൊടുത്തതോ പോലുള്ള സമ്പത്ത് തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ റബ്ബേ. അങ്ങനെ ഞങ്ങൾക്ക് സമ്പത്ത് വേണ്ട അല്ലാ, അതൊന്നും ഞങ്ങൾക്ക് നീ തരല്ലേ തമ്പുരാനെ. ആരുടെ മുമ്പിലും കൈ നീട്ടാത്ത, ആർക്കും നമുക്കൊരു ഭാരമാകാത്ത, നമ്മൾ ആശ്രയിച്ചു വരുന്നവർക്ക് മനസ്സും കണ്ണും നിറച്ച് കൊടുക്കാൻ പറ്റുന്ന സമ്പൽ സമൃദ്ധി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാതെ ഒരിക്കലും കോടികൾ തന്നിട്ട് ഞങ്ങളെ നീ നശിപ്പിക്കരുത്. എവിടെയാണോ സമ്പത്ത് കൂടുതൽ കൊടുത്തിട്ടുള്ളത് അവരൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി സമ്പത്ത് കിട്ടാനൊരു മാർഗം കൂടെ പറഞ്ഞു തരട്ടോ. ആവശ്യത്തിനുള്ള സമ്പത്ത് വന്നു കയറും. അതിനൊരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോളി, എല്ലാവരും ഉത്സാഹത്തോടെ ഒന്ന് കേട്ടോളി. ഇന്നത്തെ രാത്രി മുതൽ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. കയ്യും കാലും ഒന്നും പോക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെല്ലിയാൽ, നിങ്ങൾ അത് ഹയാത്താക്കിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്ത് കിട്ടും? സമ്പത്ത് കിട്ടും. പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യരുത്, ചിലപ്പോൾ ഉള്ളത് കൂടെ അങ്ങ് പോകും. ഈമാനോടെ, ഇഹ്തിസാബോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ചെയ്തോളി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മരണക്കിടക്കയിലാണ്. അദ്ദേഹത്തിന്റെ പെൺമക്കളാണ്. ആ സമയത്താണ് മദീനയുടെ ഭരണാധികാരി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നിന്ന് കുറച്ച് പണവുമായിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളെ കാണാൻ പോവുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലെത്തുമ്പോൾ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബികളാണ് രണ്ടുപേരും. ഇബ്നു മസ്ഊദ് തങ്ങളോട് രോഗവിവരങ്ങൾ ചോദിച്ചിട്ട് മഹാനായ ഉസ്മാൻ തങ്ങൾ ഒരു പൊതി അങ്ങോട്ട് കൊടുക്കുകയാണ്.
ആ സമയത്ത് ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിച്ചു, എന്താ അമീറുൽ മുഅ്മിനീൻ ഇത് കുറച്ച് ബൈത്തുൽ മാലിൽ നിന്ന് പണം നിങ്ങൾക്ക് തരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിച്ചു, ഈ മരിക്കാൻ കിടക്കുന്ന എനിക്കെന്തിന് സമ്പത്ത്? നിങ്ങൾക്കല്ല, നിങ്ങൾ മരിച്ചാൽ അനാഥരാകുന്ന നിങ്ങളുടെ പെൺമക്കളില്ലേ, ആ പെൺമക്കൾക്ക് കൊടുക്കാനാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് സ്വരസിദ്ധമായ ശൈലിയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? എന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരൂല തങ്ങളെ, എന്റെ പൊന്നുമക്കൾക്ക് ദാരിദ്ര്യം വരൂല ഉസ്മാൻ തങ്ങളെ. ആ വിഷയത്തിൽ നിങ്ങൾക്ക് ആശങ്ക വേണ്ട, പേടി വേണ്ട. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, എന്ത് ഉറപ്പാണ് ഇബ്നു മസ്ഊദേ നിങ്ങൾക്കുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ ഉസ്മാൻ, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ ലം തുസിബ്ഹു ഫാഖത്തുൻ അബദാ. ആരൊരാളെ കിടക്കാൻ നേരത്തെ രാത്രിയിൽ സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ടോ, ആ വീട്ടിലെ ദാരിദ്ര്യം വരൂല. എന്റെ പെൺമക്കൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഈ വാഖിഅ എന്ന സൂറ ഓതാത്ത ദിവസമില്ല തങ്ങളെ. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, എന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരൂല. അതുകൊണ്ട് എനിക്ക് ബൈത്തുൽ മാലിൽ നിന്ന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ മുന്നിൽ പണപ്പൊതിയുമായി വന്നു നിന്ന മദീനയുടെ ഭരണാധികാരിയെ തിരിച്ചുവിട്ട സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ. അതുകൊണ്ട് ബാളിയൂരിലെ പെങ്ങളെ, ഇന്നത്തെ രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഓദിക്കോ, ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ ഇദാ റുജത്തിൽ അർളു റജ്ജാ വബുസത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുംബത്താ ഇലാ ആഖിരി സൂറ ഫസബ്ബിഹ് ബിസ്മി റബ്ബികൽ അളീം. സൂറത്തുൽ വാഖിഅ ഓദിക്കോ. സൂറത്തുൽ വാഖിഅ ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. ഇതൊക്കെ നിരീശ്വരവാദികളോട് പറഞ്ഞാൽ അവർക്ക് തിരിയൂല. ഇത് പറയുന്നത് വിശ്വാസികളോടാണ്. അതുകൊണ്ട് ഈ വർഷം, കഴിഞ്ഞ വർഷം വന്നില്ല, ഈ വർഷം നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ ഓതുന്നവരായിരിക്കാം. അൽഹംദുലില്ലാ, അത് മുടങ്ങാതെ ഓദിക്കോ. ഞാൻ അൽഹംദുലില്ലാ, ഞാനിത് പറയുന്ന എന്നെ പറ്റി പറയുന്നതല്ല, ഞാൻ മുടക്കിയിട്ടേയില്ല സൂറത്തുൽ വാഖിഅ. നമ്മളിപ്പോ ഒരു കൊല്ലം ഓതി, ആ കൊല്ലം ചിലപ്പോൾ അല്ലാഹു തആല പരീക്ഷിക്കും. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന വരുമാനം അങ്ങ് നിലയ്ക്കും. ഒരു വർഷം ഓതി, അപ്പൊ നമ്മൾ പറയും, ഇത് ഓതാതിരുന്നപ്പോൾ അൽഹംദുലില്ലാ റാഹത്ത് ഉണ്ടായിരുന്നു, ഓതി എന്ന് തുടങ്ങിയോ അന്ന് എൻ്റെ കയ്യിലെ പൈസയും പോയി. ഇതൊരു ടെസ്റ്റാണ്, ഇതൊരു ടെസ്റ്റ് ഡോസാണ്. പടച്ചോനെ, എൻ്റെ ഡ്യൂട്ടി ഓതല്, നിന്റെ ഡ്യൂട്ടി തരല്. ഞാൻ എൻ്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, നീ നിന്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ വാക്ക് പാലിക്കുന്നവനല്ല, പക്ഷെ നീയോ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ, നീ വാക്ക് പാലിക്കുന്നവനാണ്. അതുകൊണ്ട് നീ എനിക്ക് തന്നേ പറ്റൂ. ചോദിക്കണം പടച്ചവനോട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബക്കത്തിസ് സമാവാതു സബ്ഉ വമൻ ഫീഹിന്ന വമൻ അലൈഹിന്ന. ആകാശ ഭൂമി വസബ്ഊനൽ അർളു വൽ അർളൂന സബ്ഉ വമൻ ഫീഹിന്ന വമൻ അലൈഹിന്ന. 7 ആകാശവും 7 ഭൂമിയും അതിലുള്ള സർവ്വചരാചരങ്ങളും കരയുന്നുണ്ട്. ലി അസീസിൻ ദല്ല, ഉന്നതൻ നിസാരനായാൽ, വഗനിയൻ ലിഫ്തഖറ, സമ്പന്നൻ ദരിദ്രനായാൽ ആ ദാരിദ്ര്യം മാറാനുള്ള വഴിയാ പറഞ്ഞ സൂറത്തുൽ വാഖിഅ. മുടങ്ങാതെ ഓതിക്കോളൂ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഒരാൾ ചോദിച്ചു, തങ്ങളെ മക്കളില്ല, എന്താ ചെയ്യേണ്ടത്? രണ്ടാമതൊരാൾ എഴുന്നേറ്റ് ചോദിച്ചു, വെള്ളമില്ല നാട്ടിൽ, എന്താ ചെയ്യേണ്ടത്? ഒരാൾ ചോദിച്ചു, കൃഷി ഉണങ്ങിക്കിടക്കാൻ, എന്താ ചെയ്യേണ്ടത്? മഴയില്ല. ഈ എല്ലാ ആളുകളോടും മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അത് അധികരിപ്പിച്ചോ. അപ്പോൾ ഒരാൾ ചോദിച്ചു, മഴയില്ലാത്തതിനും മക്കളില്ലാത്തതിനും പണമില്ലാത്തതിനും ഭൂമി വറ്റി വരണ്ടു പോയതിനും ഒക്കെ ഒരു മരുന്നാണോ? അവൻ പറഞ്ഞു, ഞാനല്ല മരുന്ന് കൊടുത്തത്. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബകും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദു
ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ അസ്തഗ്ഫിറുള്ള പറഞ്ഞോ, എന്നാൽ ഇന്നഹു കാന ഗഫാറ, അവൻ വല്ലാതെ പൊറുക്കുന്നവനാണ്. ഗഫൂർ അല്ല, അവൻ ഗഫാറാണ്, ഫഅൽ വസ്നാണ് എന്ന് പറഞ്ഞാൽ വല്ലാതെ അങ്ങ് പുറത്തു കൊടുക്കുന്നവനാണ്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, ആകാശത്ത് നിന്ന് സമൃദ്ധമായി മഴ പെയ്യിക്കുന്നതാണ്. വയുംദിദുക്കും ബി അംവാൽ, അക്കൗണ്ടിൽ പണം വന്നു കൂടുന്നതാണ്. വബനീൻ, മക്കളില്ലാതെ വിഷമിക്കുന്നവരെ നിങ്ങൾക്ക് സന്താനങ്ങളെ അല്ലാഹ് തരുന്നതാണ്. വയജ്അൽ ലക്കും ജന്നാ, തോട്ടങ്ങൾ അല്ലാഹ് തരും. വഅൻഹാറ, വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് ധാരാളം നദികൾ അല്ലാഹു തരും. എല്ലാത്തിന്റെയും ബേസ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അധികരിപ്പിച്ചോളി. മൂന്നാമതായി ഒരു കൂട്ടരെ കണ്ടിട്ട് അല്ലാഹുവിന്റെ ആകാശവും ഭൂമി കരയും. അത് ആരാണ്? വആലിമിൻ യൽഅബു ബിഹിൽ ജുഹാൽ, ആലിമീങ്ങളെ കാണുമ്പോൾ വല്ലാത്ത ഒരു കിറുകിറുപ്പും ഒരു കുരുപൊട്ടലും ചില ജാഹിലീങ്ങൾക്ക്, വിവരദോഷികൾക്ക്, നിരീശ്വരവാദികൾക്ക്, യാതൊരു നിലയിലും വിവരം തൊട്ടു തീണ്ടാത്ത ഒരു സമൂഹത്തിന് സാദാത്യങ്ങളെയും ഉലമാക്കളെയും കാണുമ്പോൾ വല്ലാത്തൊരു കിറുകിറുപ്പ് വന്നാൽ അത് ആ ആലിമിന്റെ അവസ്ഥ ഓർത്തിട്ട് ആകാശഭൂമിയും കരയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാ. അതുകൊണ്ട് ആലിമീങ്ങളുടെ തലയിൽ കയറാൻ മെനക്കെടുന്നവർ ജുഹാലുകൾ, ഞാൻ കളിയാക്കുന്നതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ലാ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഈ പദം അല്ലാഹു തആല പറഞ്ഞ വേറൊരു സ്ഥലമാണ്. ലാ യസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, നന്മയും തിന്മയും സമമാണെന്ന് നിങ്ങൾ ആരെങ്കിലും പറയോ? സുഹൃതവും ദുഷ്കർമ്മവും ഒരുപോലെയാണോ? അല്ല. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, നരകാവകാശികളും സ്വർഗ്ഗാവകാശികളും ഒരുപോലെയാണോ? നിങ്ങളത് സമ്മതിക്കുവോ? സമ്മതിക്കൂല. അതേ പദം അല്ലാഹു തആല കടമെടുത്തുകൊണ്ട് പറഞ്ഞു, ലാ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ആലിമീങ്ങളും ജാഹിലീങ്ങളും ഒരുപോലെയല്ല. നരകവും സ്വർഗ്ഗവും ഒരുപോലെ അല്ലാത്തതുപോലെ, ദുഷ്കർമ്മവും സൽക്കർമ്മവും ഒരുപോലെ അല്ലാത്തതുപോലെ അല്ലാഹുവിനെ അറിഞ്ഞ ആലിമീങ്ങളും അറിയാത്ത ജാഹിലീങ്ങളും ഒരുപോലെ അല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലിമീങ്ങളോട് കളിക്കരുത്. ആ കളി അബദ്ധമാണ്. അവരുടെ രക്തം വിഷമാണ്, അവരുടെ മാംസം വിഷമാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട മൂന്നാമത്തെ വിഭാഗത്തെയും അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ആകാശഭൂമികൾ കരയും. അങ്ങനെ ആലിമീങ്ങളെ തട്ടിക്കളിക്കുന്ന ഒരു സമൂഹമാണ് ആഫ്റ്റർ കോവിഡിൽ കേരളീയ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവസാനിപ്പിക്കുക സഹോദരങ്ങളെ, എത്ര ഉന്നതിയിലാണെങ്കിലും അള്ളാഹു ഒരു നാൾ കീഴ്മേൽ മറിക്കും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, ഒരിക്കലും സ്വയം അവർ മോശമാകുന്നത് ഒരിക്കലും അള്ളാഹു മോശമാക്കുകയില്ല. അവൻ സ്വയം മോശമാക്കാതെ മഫ്ഹൂം മുഖാലഫയാണ്. ഒരിക്കലും അവൻ നന്നാവുകയില്ല, അള്ളാഹു അവനെ നന്നാക്കുകയില്ല. അവൻ നന്നാകണമെന്ന് ചിന്തിക്കാത്തിടത്തോളം കാലം അള്ളാഹ് നന്നാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ആകാശഭൂമികൾ കരയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടാതെ അന്തസ്സുള്ള ഉന്നതിയുള്ള സാമ്പത്തിക ശേഷിയുള്ള ഉലമാക്കളെ ബഹുമാനിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും പെടുന്നൊരു സ്ഥലമുണ്ട്. എവിടെയെന്നറിയോ? ഞാൻ പെടും, നിങ്ങൾ പെടും. എവിടെയാ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയ്ക്ക് അള്ളാഹു തആല അത്ഭുതകരമായ ഭക്ഷണം കൊടുത്തു. വാളിയൂരിൽ നമ്മൾ ചോദിക്കുകയാണ്, റേഷൻ കടയിൽ പോകാതെ, അല്ലെങ്കിൽ പലവ്യഞ്ജന കടയിൽ പോകാതെ, ഏതെങ്കിലും സ്റ്റോറിൽ പോകാതെ, ഏതെങ്കിലും മാർക്കറ്റിൽ പോകാതെ, ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ പോകാതെ, ഏതെങ്കിലും കടയിൽ ചെന്ന് സാധനം വാങ്ങാതെ പടച്ചോ നൂലിക്കെട്ടി ഇറക്കി തരുവോടോ ഭക്ഷണമെന്ന് ചോദിക്കാറുണ്ടല്ലോ. അങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട് പടച്ച തമ്പുരാൻ. ആർക്കെന്നറിയോ? മൂസാ നബിയുടെ ജനതയ്ക്ക് അല്ലാഹു കൊടുത്ത ഭക്ഷണം ഏതാ? മന്ന് സൽവ എന്ന് പറയുന്ന ഭക്ഷണം. ഒരുതരം കാടപ്പക്ഷിയുടെ ഇറച്ചിയാണ്, ഒരുതരം മധുരമായ പലഹാരമാണ്. ഇത് അല്ലാഹു ഇറക്കി കൊടുത്തത് ഏതെങ്കിലും മാവേലി സ്റ്റോറിലല്ല, ഏതെങ്കിലും റേഷൻ കടയിലല്ല, ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ നിന്നല്ല, ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ല. അല്ലാഹു ഇറക്കി കൊടുത്തത് എവിടെ നിന്നറിയോ? വൻസൽനാ അലൈഹിമുൽ മന്ന വസ്സൽവാ, ആകാശത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം ഇറക്കി കൊടുത്തു. ഇതങ്ങോട്ട് തിന്നിട്ട് ഇവരുടെ എല്ലിന്റെ ഇടയിൽ കയറാൻ തുടങ്ങി. ആ
ജനത മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, പടച്ചവനോട് പറയണം മൂസ, തിന്ന് ഞങ്ങൾ മടുത്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഇറച്ചിയൊന്നും വേണ്ട. ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് പച്ചക്കറി വല്ലതും ഉണ്ടെങ്കിൽ താ, നോൺ വെജ് വേണ്ട, ഞങ്ങൾക്ക് വെജ് മതി എന്ന് പറഞ്ഞിട്ട് മൂസാ നബിയുടെ മുന്നിലേക്ക് വരുന്നു. സൂറത്തുൽ ബഖറ പറയുകയാണ്, ഞങ്ങൾക്ക് ഉള്ളി മതി, കക്കരിക്ക മതി, സവോള മതി, ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് മതി, ഞങ്ങൾക്ക് പച്ചക്കറി മതി, ഞങ്ങൾക്ക് മഞ്ഞ സെൽവ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു മൂസാ നബിയോട് പറയുന്നു, മൂസാ ചോദിക്ക്, അല്ലാഹു നിങ്ങൾക്ക് ഖൈറായ ഭക്ഷണമല്ലേ തന്നത്? ഖൈറായ ഭക്ഷണം പച്ചക്കറിയല്ലടോ. അതാര് പഠിപ്പിച്ചതാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇറച്ചി തന്നെയാണ് ഖൈറ്, പച്ചക്കറിയല്ല. നാളെ എന്റെ നേരെ പൊങ്കാലയിട്ടാരും വരികയൊന്നും വേണ്ട, നിങ്ങൾ ഖുർആൻ പഠിച്ചാ മതി. ആ സമയത്തിരുന്ന് അല്ലാഹു ചോദിക്കുന്നു, അല്ലാഹു ചോദിക്കുന്ന, നിങ്ങൾക്ക് ഖൈറായതിന് നിങ്ങൾ പകരമാക്കുകയാണോ? ഖൈറായത് കാടപ്പക്ഷിയുടെ ഇറച്ചിയാണ്, ഖൈറല്ലാത്തത് പച്ചക്കറിയാണ്. എന്തേ നിങ്ങൾ പച്ചക്കറി വേണമെന്ന വാശി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വെജിറ്റബിൾ മതി എന്ന് നിങ്ങൾ പറയുന്നത്? അവര് പറഞ്ഞു, ഞങ്ങൾക്കത് മതി. അല്ലാഹു കൊടുത്ത നിഅമത്തുകളിൽ, പടച്ച തമ്പുരാൻ കൊടുത്ത നിഅമത്തുകളിൽ അവര് തൃപ്തിപ്പെടാതെ വന്നപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ അവരെ പറ്റി പറഞ്ഞത്, വളുരിബത് അലൈഹിമുദ്ദില്ലതു വൽ മസ്കന വബാഉ ബിഗളബിൻ മിനല്ലാഹ്. സൂറത്തുൽ ബഖറ 61-ാമത്തെ സൂക്തം നിങ്ങൾ പഠിക്കേ. അല്ലാഹ് പറയുന്നു, വളുരിബത് അലൈഹിമുദ്ദില്ല, അവർക്ക് അല്ലാഹ് നിസാരത കൊടുത്തു, വൽ മസ്കന, നിർഗതി കൊടുത്തു. അവർക്ക് നിസാരതയും നിർഗതിയും അല്ലാഹു കൊടുത്തു. വബാഉ ബിഗളബിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള കോപവുമായിട്ട് അവർക്ക് മടങ്ങേണ്ടി വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെയല്ലേ? എന്ത് തന്നാലും നമുക്ക് തൃപ്തി വരൂല. എത്ര പണം തന്നാലും നമ്മൾ വീണ്ടും വീണ്ടും പണം ആഗ്രഹിക്കുന്നവരാ. സ്വർണത്തിന്റെ ഒരു ചെരിവല്ല തന്നിരിക്കട്ടെ, രണ്ടാമത്തെ ചെരിവിനെ നമ്മൾ കൊതിക്കുന്നു. ഒരു കാർ എടുത്താല് പോരാ, രണ്ടാമത് കാറ് വേണം. ഒരു വീട് വെച്ചാ പോരാ, രണ്ടാമത് വീട് വേണം. രണ്ടാമത്തെ വീടിന്റെ കടം വന്നപ്പോ നമ്മൾ പറയുന്നു, കടത്തോട് കടം തന്നെ. എന്തിനാണോ നീ കിടക്കാൻ ഒരു കിടപ്പാടം ഉണ്ടാകിട്ട് രണ്ടാമതൊന്നു വെച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് തരുന്ന നിഅമത്തുകളിൽ പൊരുത്തപ്പെടാതിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? അല്ലാഹ് പറയുന്നു, അല്ലാഹ് നിനക്ക് നിസാരതയാണ് തരുന്നത്. അറിയുമോ, ഒരു ചെറിയ ഖുദ്സിയായ ഹദീസ് ഞാൻ പറയാ. അത് ലൈഫാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അർത്ഥവത്തായത് കൊണ്ട് ഞാൻ പറയുകയാണ്. മദ്രസയിലും പള്ളി ദറസുകളിലും പഠിക്കുന്ന, അറബി കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് അശറത്ത് കുത്തുബ് എന്ന് പറയുന്ന 10 കിതാബ് എന്ന് പറയുന്ന പണ്ട് കാലങ്ങളിൽ പഠിച്ചിരുന്ന ആ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്നതാണ്. അതിലൊരു അധ്യായം തന്നെ കൊണ്ട് മുരിഖാത്തുൽ ഖുലൂബ്, ഹൃദയത്തെ നേർമയാക്കുകയാണ്, ഹൃദയത്തിന്റെ കാഠിന്യതയെ കുറയ്ക്കുകയാണ്, ഹൃദയത്തിന് നൈർമല്യം വരുത്തുകയാണ്. ആ കിതാബിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്തെന്നറിയോ? ഇല്ലം തറല ബിമാ ഖസംതു ലക ലഉസല്ലിതൻ അലൈക ദുനിയാ തർഖുലു ഫീഹാ കറഖ്ലിൽ വഹ്ശി ഫിൽ ബരിയാ. സഹോദരങ്ങളെ, അല്ലാഹ് പറയുകയാണ്, ഇല്ലം തർല ബിമാ ഖസംതു ലക, നിനക്ക് ഞാൻ ഓഹരി ചെയ്ത് തന്നതിൽ നിനക്ക് പൊരുത്തമില്ലെങ്കിൽ, നിന്റെ ജ്യേഷ്ഠന് നല്ല സമ്പത്ത് ഞാൻ കൊടുത്തു, നിനക്ക് ഞാൻ കുറച്ചേ തന്നിട്ടുള്ളൂ, എനിക്കറിയാം നിനക്ക് കുറച്ചേ തന്നോളൂ എന്നും അവന് കൂടുതൽ കൊടുത്തു എന്നും എനിക്കറിയാം, പക്ഷെ നിനക്ക് ഞാൻ അത്രേ തരാൻ വിരിച്ചിട്ടുള്ളൂ. ആ തന്നതിൽ നിനക്ക് തൃപ്തിയില്ലെങ്കിൽ അല്ലാഹു പറയുന്നില്ല, അല്ലാഹു നിന്നെ ദുനിയാവിനെ അങ്ങോട്ട് അധികാരപ്പെടുത്തി തരും. സുബ്ഹാനല്ലാഹ്. ദുനിയാവ് പിന്നെ നമ്മളെ ഭരിക്കാൻ തുടങ്ങും. മടിയിൽ കനമുണ്ടെങ്കിലേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ.